നിങ്ങളുടെ കല്യാണം വരുന്ന സമയത്താണ് ഓൻ ഇത്രയും വെളുത്തൊരു പെൺകുട്ടി ഓൻ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കൊച്ചിനെ അതൊക്കെ ഉണ്ട് കാണേണ്ട ട്രോളുകളെ. അപ്പൊ ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിൽ ചോദിച്ചാൽ നിനക്കൊക്കെ എന്താ വെളുത്തിരുന്നാൽ മാത്രമാണോ വെളുത്ത പെണ്ണിനെ കെട്ടാൻ പറ്റുള്ളൂ? അങ്ങനെയൊന്നല്ല, ഒന്ന് പെണ്ണ് കിട്ടാത്ത ഇത് ഇവിടെ ഭയങ്കരമായിട്ടുണ്ടല്ലോ. ഉണ്ട്, സിംഗിൾ ലൈഫ് വെരി ബാഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നു, കിട്ടാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് സിനിമ അഭിനയിക്കാൻ, പ്രത്യേകിച്ച് സ്ഥിരമായി സിനിമ ഇല്ലാത്ത അവസ്ഥയിൽ പെണ്ണ് കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ല, ഞാൻ ആ സമയത്ത് തല്ലുമാല ഷൂട്ട് ചെയ്യുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. അതായത് നാളെ എൻ്റെ കല്യാണമാണെങ്കിൽ ഇന്നും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5:30 എൻ്റെ ഷൂട്ട് ചെയ്യണേ. നാളെ നിക്കാഹ്. അപ്പോൾ ഞാൻ ഇവിടുന്ന്, അപ്പോൾ ഇന്ന് തലേ ദിവസമാണ് നിക്കാഹിൻ്റെ. വീട്ടിലെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാൻ ഇവിടുന്ന് പോയി പിന്നെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ രാത്രി 12 മണിയാണ്. പിറ്റേ ദിവസത്തെ നിക്കാഹിന്. അതായത് ഇവരെല്ലാവരും എന്ത് ചെയ്ത്, ഇവർ വൈകിട്ട് 7 മണി മുതൽ എന്നെ വരുമ്പോൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സോങ്ങിൻ്റെ ഇത് മ്യൂസിക് റെഡിയാക്കി വെച്ചിട്ട് ലൈറ്റ്, അമ്മായിമാർ, മറ്റേ റിലേറ്റീവ്സ് എല്ലാവരും. ഞാനവിടെ എത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ അവൻ വന്ന് 12 മണി ആയിക്കണേ. ഡാൻസേഴ്സൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും ഉറക്കം തൂങ്ങിയിട്ട്. ഞാൻ വന്ന് കല്യാണം ഞെട്ടിണിട്ട് ആരുടെ തുടങ്ങി രാത്രി 12 മണി. എന്നിട്ട് അങ്ങനെ എന്നിട്ട് ചെറിയ കൈയ്യോട്ടി പാടില്ല മതി ഇഞ്ഞിരുന്ന് ഉറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് സുലേഖ മനസ്സിലാണ്. അപ്പോൾ ശരിക്കും ആസ്വദിച്ചോളൂ. ശരിക്കും ആസ്വദിച്ചത് സുലേഖ മനസ്സിൽ കറക്റ്റ് കല്യാണം പോലെ. ജീവിതത്തിൽ ഇതെല്ലാം പെട്ടെന്നായി പോയി. അതും കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് ഷൂട്ടിന് പോന്നു. സിനിമയിലാണ് ഇത് ആസ്വദിക്കാൻ പറ്റുന്നുള്ളൂ, റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിച്ചത്. പക്ഷെ പിന്നീട് ആസ്വദിച്ചു. നിങ്ങൾ പോയി ആ കൊച്ചിനെ കണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചാണോ, അത് വീട്ടുകാർ പോയി കണ്ടിട്ട് ഇതാണ് ലുക്മാനെ? അല്ല, ഞാൻ നേരത്തെ കണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണേ. പിന്നെ അത്രയും ഗ്യാപ്പ് ഉണ്ട്. അത്രയും ഗ്യാപ്പ്. അപ്പൊ ഇഷ്ടംപോലെ വർത്താനം പറയാനൊക്കെ സംസാരിച്ച് ഭയങ്കര ഓക്കെ ആയിട്ടൊക്കെയാണ്. ഈ ഒരു സെലിബ്രിറ്റിയെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ, സോ യു ആർ ഓൾറെഡി ആക്ടിങ് ഇൻ മൂവീസ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു എയർ ഒക്കെ ഉണ്ട്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്, മോർ ദൻ ഒരു ഫിയാൻസ എന്നതിലുപരി അവിടെ നിന്നൊരു ഇതൊക്കെ കിട്ടുമോ? സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾ അങ്ങനത്തെ ഇല്ല. അവളങ്ങനെ സിനിമ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമ അങ്ങനെ കാണുന്ന അങ്ങനത്തെ ആളൊന്നുമല്ല. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അതിലാകെ ഞാൻ ചടച്ചു പോയി. ഞാനെന്ന് വെച്ചാൽ നടനൊക്കെ ആയിട്ടല്ലേ, ഞാൻ ആകെയുള്ളൊരു ക്വാളിറ്റി അതുമ്പോഴാണ്, ആ ഒറ്റ പവർമേലാണ് പോണേ. അല്ലാതെ പിന്നെ ഞാൻ വെറുതെ നിന്നിട്ട് ഒരു കാര്യമില്ല. നടനാന്നുള്ള ഒറ്റ ധൈര്യത്തിൽ ചെല്ലുക. ഏത് സിനിമയിൽ അഭിനയിച്ചില്ല ഞാൻ കണ്ടിട്ടുണ്ടോ? അന്നാണ് ഈ ഫസ്റ്റ് കാണുമ്പോൾ ഓപ്പറേഷൻ ജാവ പോലും ഇറങ്ങിയിട്ടില്ല. ഉണ്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും പെണ്ണ് ഏത് സിനിമയിൽ അഭിനയിച്ചത് ചോദിക്കണതിലും വലിയൊരു അപമാനം അവിടെ പോയി എല്ലാം പറഞ്ഞ് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഓപ്പറേഷൻ ജാവ റിലീസാണ്. അപ്പം അടുത്ത ആഴ്ച ഒരു സിനിമ റിലീസുണ്ട് ഓപ്പറേഷൻ ജാവ. അത് കണ്ടിട്ട് വരാറിട്ട് ഞാൻ പോകുന്നു. അതും കൂടി റിലീസായിട്ട് വരാമെന്ന്. ഇത് ഏത് ടൈമിലാണ് ഇനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണ്ടെന്നുള്ളത്? അത് ഏത് സിനിമയാണ് ഇനി മതി നിർത്തി ദിസ് ഇസ് മീ എന്ന് തീരുമാനിച്ച സമയം ഏതാ? ശരിക്കും എനിക്ക് ഈ ഉണ്ട കഴിഞ്ഞ് ഉടനെ എനിക്ക് ഓപ്പറേഷൻ ജാവ വന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഉണ്ട കഴിഞ്ഞു ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എല്ലാവരും അടിപൊളിയാണെന്ന് എനിക്കും തോന്നി. ഞാൻ നടനാന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്ക പടം എല്ലാവരും നീ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചില്ലോ, നീ സിനിമ നടനായല്ലേ, അങ്ങനെയൊക്കെ നാട്ടിൽ പറയൽ തുടങ്ങി.